ആശാ വർക്കേഴ്സിന്റെ സമരത്തിലെ സർക്കാർ അനുകൂല നിലപാടിന് പിന്നാലെ INTUC നേതൃത്വത്തിൽ ഭിന്നത മറന്നേക്കുന്നു. സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ INTUCയെ പിണറായി വിജയന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവച്ചെന്ന് ദേശീയ സെക്രട്ടറി K സുരേഷ് ബാബു തുറന്നടിച്ചു. പിണറായിയുമായുള്ള R ചന്ദ്രശേഖരന്റെ ബന്ധത്തെ KC വേണുഗോപാൽ താക്കീത് ചെയ്തെന്നും സുരേഷ് ബാബു 24നോട് പറഞ്ഞു. എന്നാൽ INTUC സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പൊളിക്കാൻ പിന്നിൽ പ്രവർത്തിച്ചത് K സുരേഷ് ബാബു ആണെന്ന് R ചന്ദ്രശേഖരൻ ആരോപിച്ചു. R ചന്ദ്രശേഖരനുള്ള ബന്ധമാണ് പിണറായി വിജയനായിട്ടുള്ള INTUCയുടെ അവിശുദ്ധ ബന്ധം തൊഴിലാളികളെ, കേരളത്തിലെ തൊഴിലാളികൾ മുഴുവൻ ബാധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. AICC ജനറൽ സെക്രട്ടറി ഇദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തിയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴത്തെ ഈ പിണറായി വിജയൻ ബന്ധത്തിനെ കുറ്റപ്പെടുത്തിയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ നടന്ന സമ്മേളനമില്ലേ, അവിടെ വന്ന KC ഇദ്ദേഹം അടുത്ത് വന്നപ്പോൾ അത് ഈ പിണറായിട്ടുള്ള പോക്ക് ശരിയല്ലെന്ന് അദ്ദേഹത്തിനോട് പരസ്യമായിട്ട് പറഞ്ഞാൽ, ഞാൻ ചെയർമാനായ കാലത്ത് എന്ത് സംഭവിച്ചു? അദ്ദേഹം ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാനായിരുന്നു. അന്ന് എന്ത് സംഭവിച്ചു? അന്ന് എത്ര വിദേശയാത്ര അദ്ദേഹം നടത്തി? അദ്ദേഹത്തിന് തോട്ടണ്ടി എടുക്കാനും അറിയത്തില്ല, ഇത് തിരിച്ചറിയത്തുമില്ലെങ്കിൽ എനിക്ക് എൻ്റെ കുറ്റമാണോ? ഞാൻ വിദേശയാത്ര അതിനുവേണ്ടി നടത്തിയിട്ടില്ല. ഇവരെല്ലാം കൂടെ ഒരു ഗ്യാങ് കൂടി പൊളിക്കാനായിട്ട് നടന്നത് നിങ്ങൾ അറിയുന്നില്ലേ? പൊളിക്കാൻ എന്തറിഞ്ഞ് ഞങ്ങൾ പണിഞ്ഞപ്പോൾ NHലോട്ട് ഒരു ശകലം നീണ്ടുപോയി. അവസാനം കോർപ്പറേഷനും അവരെല്ലാം വന്ന് അളന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണ്. എൻ്റെ പൊന്നു സാറേ, ഞങ്ങൾക്ക് പരാതി ഉണ്ടായിട്ടല്ല, നിങ്ങളുടെ തന്നെ ചില ആളുകൾ പരാതി തന്ന് ഞങ്ങളെ കുഴപ്പിക്കുകയാണ്. അന്ന് നമ്മൾ പൊളിച്ചവിടെ അടുക്കി വെച്ചപ്പോൾ ഇവിടെ സോക്കേട് തീർന്നു. അരുൺരാജ് വിവരങ്ങളും ചേരുന്നു. അരുൺ, ഇത് നേരത്തെ തന്നെ നിലനിൽക്കുന്ന പല വിഷയത്തിന്മേലുള്ള വിയോജിപ്പുകൾ, അതിർത്തികൾ, പരസ്പര പക, ചേരിപ്പോരൊക്കെ ഒരു അവസരമുണ്ടായപ്പോൾ തുറന്നു പുറത്തു വരുന്നു എന്നതല്ലേ ഉള്ളൂ അരുൺ? തീർച്ചയായും ആശാവർക്കർമാരുടെ സമരത്തോടു കൂടിയാണ് INTUCക്കുള്ളിലെ ഭിന്നത വീണ്ടും മറന്നീക്കി പുറത്തു വരുന്നത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി തന്നെ INTUCക്കുള്ളിൽ ഭിന്നതയുണ്ട് എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. R ചന്ദ്രശേഖരനും മറുവശത്ത് സുരേഷ് ബാബു നയിക്കുന്ന മറ്റൊരു സംഘവും തമ്മിലാണ് ഈ ചേരിപ്പോര് നടക്കുകയും ദേശീയ നേതൃത്വമടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും അന്വേഷണമടക്കം നടത്തുകയും ചെയ്തതാണ്. ഇതിന് പിന്നാലെയാണ് സുരേഷ് ബാബു ഇപ്പോൾ R ചന്ദ്രശേഖരനെതിരെ കടന്നക്രമവുമായി രംഗത്ത് വന്നത്. ഈ R ചന്ദ്രശേഖരൻ INTUCയെ പിണറായിയുടെ കാൽച്ചുവട്ടിൽ കൊണ്ടുവച്ചിരിക്കുകയാണെന്ന വിമർശനമാണ് ഈ സുരേഷ് ബാബു തന്നെ മുന്നോട്ട് വെക്കുന്നത്. INTUC നേതൃത്വത്തെ പൂർണ്ണമായും അധപ്പതിക്കുന്ന നിലയിലേക്കടക്കം കാര്യങ്ങൾ പോയി. ഈ കാര്യത്തിൽ ദേശീയ നേതൃത്വം വിശദമായ ചർച്ചകളും പരിശോധനകളും ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതായിരുന്നു സുരേഷ് ബാബുവിന്റെ ഈ വാദങ്ങളിൽ ഏറ്റവും പ്രധാനം. മറ്റൊന്ന്, INTUC സമരം ചെയ്യാൻ കഴിയാത്ത സംഘടനയാണ്. ആശാവർക്കർമാരുടെ സമരത്തിൽ പോലും INTUC എടുത്ത നിലപാടിനെ പോലും കടുത്ത ഭാഷയിൽ സുരേഷ് ബാബു വിമർശിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ R ചന്ദ്രശേഖരൻ കൂടി രംഗത്ത് വന്നത്. കാരണം R ചന്ദ്രശേഖരൻ പറയുന്നത് ഈ വിഷയത്തിൽ സുരേഷ് ബാബു തനിക്കെതിരെയുള്ള പക തീർക്കുകയാണ്. പകയ്ക്കപ്പുറം INTUCയെ തകർക്കാനുള്ള നീക്കമാണ് സുരേഷ് ബാബുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തോട്ടണ്ടി വിഷയത്തിലടക്കം ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്നത് സുരേഷ് ബാബു മാത്രമാണ് എന്നുള്ളതാണ് R ചന്ദ്രശേഖരന്റെ വാദം. എന്തായാലും INTUCക്കുള്ള ഭിന്നത കോൺഗ്രസ് നേതൃത്വത്തെ കൂടി ഈ ഘട്ടത്തിൽ അങ്കലാപ്പിലാക്കുന്നുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കുന്ന സാഹചര്യത്തിൽ INTUCയുടെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ ഇത്തരം പരസ്യമായ ചേരിപ്പോരിലേക്കടക്കം കാര്യങ്ങൾ പോകുന്നത് ഏതു തരത്തിൽ അതിനെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ INTUC നേതൃത്വം അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗുരുതരമായ ആരോപണമാണ് INTUCയിലെ R ചന്ദ്രശേഖരനെതിരെ പ്രതിഭാഗം ഉയർത്തുന്നത്. അതേസമയം അതേ സ്വരത്തിൽ തന്നെ മറുപടിയും R ചന്ദ്രശേഖരനും നൽകുന്നുണ്ട്.